വൈകുന്നേരം സിംഹരാജാവും സിംഹറാണിയും അവരുടെ സിംഹാസനത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടേക്കൊരു മുയൽ വന്നു. ഷേർഖാൻ, എനിക്ക് മോണ്ടുകുരങ്ങനെ കുറിച്ച് ഒരു പരാതി പറയാനുണ്ട്. മോണ്ടുകുരങ്ങൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാനും എന്റെ ഭാര്യയും കൂടെ ക്യാരറ്റ് ഇരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് മോണ്ടുകുരങ്ങൻ വന്നു. അവൻ ഞങ്ങളുടെ ക്യാരറ്റ് മോഷ്ടിച്ചു. പിന്നെ മരത്തിൽ കയറി ഞങ്ങൾക്ക് ഒരു ക്യാരറ്റ് പോലും തരാതെ അവൻ മൊത്തം തിന്നു. ഷേർഖാൻ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ തെറ്റ് ഇനി ചെയ്യുകയില്ല. നീ ചെയ്തത് തെറ്റാണ് മോണ്ടുകുരങ്ങേ. ഇന്നു മുതൽ 10 ദിവസത്തേക്ക് നീ ഒറ്റയ്ക്ക് മുയലിനും മുയലിന്റെ ഭാര്യയ്ക്കും വേണ്ടി ക്യാരറ്റ് അന്വേഷിക്കണം. ഇനി ഇവർ വന്ന് അവർക്ക് കൃത്യസമയത്ത് ക്യാരറ്റ് നീ നൽകിയില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് പിന്നെ വധശിക്ഷയായിരിക്കും നൽകുന്നത്. സിംഹരാജാവ് ഇതുപോലെ നീതി പ്രഖ്യാപിച്ചു. എല്ലാ മൃഗങ്ങളും അയാളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരിക്കൽ റാണി സിംഹരാജാവിനോട് പറഞ്ഞു, ഷേർഖാൻ, താങ്കൾ എത്ര ന്യായാധിപതിയാണ്, ദയാലുവുമാണ്. എന്നിട്ടും ദൈവം എന്തിനാ നമ്മളെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിരിക്കുന്നത്? മഹാറാണി, ദൈവത്തിന്റെ തീരുമാനങ്ങൾ ദൈവത്തിനെ അറിയൂ. നമുക്ക് രണ്ടുപേർക്കും ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? റാണിയുടെ വിഷമം ദിവസം തോറും കൂടിക്കൊണ്ടേയിരുന്നു. ഷേർഖാനും അതിൽ ദുഃഖിച്ചിരുന്നു. മഹാറാണി, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കാടായ സഞ്ജീവനത്തിലേക്ക് പോകുക. എനിക്കുറപ്പുണ്ട് അവിടെ എനിക്ക് ചെന്നായ ബാബയെ കിട്ടും. അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്തായാലും കാണും. ഇങ്ങനെ പറഞ്ഞ ഷേർഖാൻ തന്റെ കുട്ടിക്കാലത്തെ കാടായ സഞ്ജയ് വനത്തിലേക്ക് യാത്ര തിരിച്ചു. അതുപോലെ സിംഹറാണിയും കാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി. ഒരിക്കൽ ഒരു മാൻ അവരുടെ ദർബാറിൽ വന്നു. നീണാൽ വാഴട്ടെ മഹാറാണി. എന്തുപറ്റി? എന്തിനാ പേടിച്ചിരിക്കുന്നത്? മഹാറാണി, ഞാൻ ബ്ലൂലാൻഡ് കാടിൽ നിന്നാ വരുന്നത്. ഇന്ന് രാവിലെ മുതൽ എന്റെ മകളുടെ ആരോഗ്യം വളരെ മോശമാ. ഹക്കീം കുരങ്ങനാണ് പറഞ്ഞത് നിങ്ങളുടെ കാട്ടിൽ വളരുന്ന നീലപ്പൂവിന്റെ ചെടി കൊണ്ടുപോകണമെന്ന്. എന്നാലേ അവളുടെ ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റൂ. ശരി, നിനക്ക് ഞങ്ങളുടെ കാട്ടിൽ നിന്നും ആ ചെടി എടുത്തുകൊണ്ടു പോകാവുന്നതാണ്. ആ ഔഷധ ചെടി കുന്നിൽ മാത്രമേ ലഭിക്കൂ. എന്നാൽ എനിക്ക് നിങ്ങളുടെ കാടിനെ പറ്റി ഒന്നും അറിയില്ല മഹാറാണി. താങ്കൾ കാട്ടിലെ മൃഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയാൽ അവർ എന്നെ ഈ ചെടി കണ്ടുപിടിക്കാൻ സഹായിക്കും. എനിക്കും കാര്യങ്ങൾ എളുപ്പമാകും. നിന്റെ ഒരു മകളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ പ്രജകളെ നിന്റെ ഒപ്പം അയച്ചാൽ ഞങ്ങളുടെ കാട്ടിലെ കാര്യങ്ങളൊന്നും ശരിക്കും നടക്കില്ല. നിങ്ങളുടെ കാട്ടിലെ മൃഗങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടത് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ വലുതാണോ? അതെ, വലുതാണ്. നിനക്ക് ഞങ്ങൾ ആ കുന്നിലേക്ക് പോകാനുള്ള അനുമതി തന്നു കഴിഞ്ഞു. അത് തന്നെ വലിയ കാര്യമാ. മറുവശത്ത് സിംഹരാജാവും ചെന്നായ് ബാബയുടെ അടുത്തേക്കെത്തി. ഷേർഖാൻ, നീ വളരെ ദയാലുവും ന്യായാധിപതിയുമാണ്. അതുകൊണ്ട് നിന്റെ നേട്ടത്തിനു വേണ്ടി ഞാനൊരു പഴം അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ നിനക്ക് തരാം. ചെന്നായ ഇലയിൽ വെച്ചിരിക്കുന്ന ഒരു മാമ്പഴത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മാമ്പഴം കൊണ്ടുപോകൂ. ഇത് നിന്റെ റാണിക്കും നൽകൂ. അപ്പോൾ നിങ്ങൾക്ക് പുത്രഭാഗ്യം ലഭിക്കുന്നതാണ്. നന്ദി ചെന്നായ് ബാബേ. ഷേർഖാൻ മാമ്പഴവും കൊണ്ട് തന്റെ കാട്ടിലേക്ക് തിരിച്ചു വന്നു. അയാൾ റാണിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മാമ്പഴവും കഴിച്ചു. ദിവസങ്ങൾക്കകം അവൾ ഗർഭിണിയുമായി. ചെന്നായ ബാബ അത്ഭുതം ചെയ്തിരിക്കുന്നു. നമ്മൾ വേഗം തന്നെ അമ്മയും അച്ഛനുമാകും. ദൈവത്തിന്റെ കാരുണ്യം. നമ്മുടെ പ്രശ്നങ്ങൾ എന്നേക്കുമായി ഇനിയും മാറും. നാളുകൾക്കു ശേഷം അവർക്കൊരു മകനും ജനിച്ചു. കാട്ടിൽ സന്തോഷത്തിന്റെ ഉത്സവം തന്നെ നടന്നു. എന്നാൽ രാത്രി വരെ കുട്ടിയൊന്നും മിണ്ടിയതേയില്ല. ആ സ്ഥലത്ത് നിന്നും എഴുന്നേറ്റതുമില്ല. ഇവനൊന്നും മിണ്ടുന്നേയില്ലല്ലോ. അവർ തന്റെ കാട്ടിലെ വൈദ്യനായ മൂങ്ങയെ വിളിച്ചു. ഈ കുട്ടി വളരെ ബലഹീനനാണ്. ഇവൻ എന്തെങ്കിലും കഴിച്ചാലും കുടിച്ചാലും മാത്രമേ ഈ ബലഹീനത മാറുകയുള്ളൂ. എന്നാൽ അവനവന്റെ വാ പോലും തുറക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഷേർഖാന് വേറെ വഴിയൊന്നുമില്ലാതെ ചെന്നായ ബാബയെ വിളിച്ചു വരുത്തി. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്റെ അറിവുകൾ ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കില്ല. അതുമല്ലാതെ നീയൊരു ന്യായാധിപതിയുമാണ്. അങ്ങനെയുള്ള നിനക്ക് ഇങ്ങനൊരവസ്ഥ ഒരിക്കലും വരരുതായിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നന്നായി ഓർത്തു നോക്കൂ. നിങ്ങൾ തെറ്റായ പ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും ന്യായം നൽകാതിരുന്നിട്ടുണ്ടോ?
ആരെങ്കിലും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ പെട്ടെന്ന് റാണിയുടെ ഓർമ്മയിൽ എന്തോ വന്നു. ഒരു മാനിന്റെ മകളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവൾ സഹായം ചോദിച്ചു വന്നിരുന്നു. എന്നാൽ ഞാൻ അവളെ സഹായിച്ചതേയില്ല. നിനക്ക് മറ്റൊരമ്മയുടെ വേദന മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവം എങ്ങനെ നിന്നെ ഒരു അമ്മയാക്കാൻ വേണ്ടി സഹായിക്കും? എങ്ങനെയാണോ നിന്റെ മകന്റെ അവസ്ഥയോർത്ത് നീ വിഷമിക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കും ആ പാവവും. നീ അവളെ സഹായിച്ചേ പറ്റൂ. അതെ, ഞാൻ അമ്മയാവാൻ അർഹയല്ല. കാരണം ആ അമ്മയുടെ വേദന ഞാൻ മനസ്സിലാക്കിയില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പോകുന്നു അവളെ സഹായിക്കാൻ. ഞാൻ അവളുടെ മകളെ രക്ഷിക്കാൻ ഉറപ്പായും അവളെ സഹായിക്കും. ഇങ്ങനെ പറഞ്ഞ് സിംഹറാണി തനിയെ കരിങ്കുന്നിലേക്ക് ഓടി. ഞാനും പോകാം. വേണ്ട, അവൾ അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. റാണി കരിങ്കുന്നിലേക്ക് പോയപ്പോൾ ആ മാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കരിങ്കുന്നിന്റെ വാതിലിനടുത്ത് 2 ചീറ്റയും ഉണ്ടായിരുന്നു. ഞാൻ എന്റെ മകളെ ഇനി എങ്ങനെ രക്ഷിക്കും? ഈ ചീറ്റകൾ എന്നെ അവിടേക്ക് പോകാനേ അനുവദിക്കുന്നില്ല. മാനമ്മേ. മാൻ അപ്പോൾ സിംഹറാണിയെ തന്റെ മുൻപിൽ കണ്ടു ഞെട്ടിത്തെറിച്ചു. എന്നോട് ക്ഷമിക്കണം മാനമ്മേ. ഞാൻ അന്ന് നിങ്ങളെ സഹായിക്കാത്തത് ശരിയായില്ല. എന്നാൽ ഒരു അമ്മയുടെ വേദന എന്താണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവൾ പറയുന്നത് കേട്ടപ്പോൾ മാനമ്മ അമ്പരന്ന് നിൽപ്പായി. എന്റെ കൂടെ വരൂ. അവർ രണ്ടുപേരും കരിങ്കുന്നിന്റെ വാതിലിനടുത്തേക്ക് പോയി. ആ 2 ചീറ്റകളും മാനമ്മയെ കൊതിയൂർന്ന കണ്ണുകളുമായി നോക്കി. കൊള്ളാവല്ലോ, ഒരു മാൻ. ഇതിന്റെ മാംസത്തിന് നല്ല സ്വാദാണ്. വാ, ഇതിനെ നമുക്ക് വേട്ടയാടാം. ഇവളൊരു മാൻ തന്നെയാണ്. എന്നാൽ ഈ മാനിനോടൊപ്പം നിങ്ങളുടെ റാണിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഇത് കേട്ട് 2 പേരും സ്തംഭിച്ചു നിന്നു. അയ്യോ അയ്യോ മഹാറാണി, മാപ്പ് തരണേ. വരൂ, എന്തിനാ വന്നത്? ഇവളുടെ മകളുടെ അവസ്ഥ വളരെ മോശമാണ്. അവളെ രക്ഷിക്കാനായി ഞങ്ങൾക്ക് വേഗം തന്നെ നീലപ്പൂവിന്റെ ഔഷധച്ചെടി വേണം. ശരി മഹാറാണി, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ. നമുക്ക് പൂന്തോട്ടത്തിലേക്ക് പോകാം. മാനമ്മയും സിംഹറാണിയും 2 പേരും ആ ചീറ്റകളോടൊപ്പം കരിങ്കുന്നിലെ പൂന്തോട്ടങ്ങൾക്കിടയിൽ ഔഷധച്ചെടി തിരയാനായി തുടങ്ങി. മണിക്കൂറുകൾ തിരഞ്ഞതിനു ശേഷം നീലപ്പൂവുള്ള ഔഷധച്ചെടി കണ്ടെത്തി. ഇതാണ് ആ ഔഷധം മഹാറാണി. ചീറ്റ ആ ചെടി പിഴുതെടുത്ത് മഹാറാണിക്കും നൽകി. അതിനുശേഷം 2 പേരും വേഗം ഓടി മാനമ്മയുടെ കാട്ടിലേക്ക് പോയി. മാനമ്മ തന്റെ മകൾക്ക് ഔഷധച്ചെടിയും നൽകി. നിമിഷങ്ങൾക്കുള്ളിൽ അവൾക്ക് ഭേദമായി. എന്റെ മഹാറാണി, താങ്കൾക്ക് വളരെയധികം നന്ദി. താങ്കൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കുട്ടി ഇപ്പോഴും അസുഖത്തിലായിരുന്നേനെ. ദൈവം താങ്കളുടെ മകനെ എന്നേക്കും രക്ഷിക്കട്ടെ. ഇതു കേട്ടപ്പോൾ റാണിക്ക് തന്റെ മകനെ കുറിച്ച് ഓർമ്മ വന്നു. അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്തു. അവൾ തന്റെ കാട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. അവൾ വന്നപ്പോൾ അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മകൻ തറയിൽ കിടന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഒരു കുഴപ്പവുമില്ലാതെ മാംസമിരുന്ന് കഴിക്കുന്നു. അവന്റെ അടുത്തായി ഷേർഖാനും ബാക്കി എല്ലാ മൃഗങ്ങളുമുണ്ട്. അയ്യോ, എന്റെ മോനെ എങ്ങനെ ശരിയായി? നീ എപ്പോൾ ഒരു അമ്മയുടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു. ഭഗവാൻ നിനക്കതിനുള്ള പ്രതിഫലം തന്നു. നീയൊരു അമ്മയായിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ സിംഹറാണിക്ക് വളരെ സന്തോഷമായി. പിന്നെ തന്റെ മകന്റെ അടുത്തേക്ക് പോയി അവനെ കൊഞ്ചിക്കാനും തുടങ്ങി. ബാക്കി എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ തുള്ളിച്ചാടാനും തുടങ്ങി.